നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സത്യത്തിൽ മനുഷ്യൻ മാത്രമാണ് ഓരോന്നിൻ്റെയും പരിധി നിശ്ചയിക്കുന്നതിൽ പരാജയപ്പെടുന്നത്. എന്നാൽ സ്വയം ചിന്തിച്ച് വേണ്ടത് ചെയ്യാനുള്ള വിവേകബുദ്ധി ഈശ്വരൻ മനുഷ്യന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. ചെയ്യേണ്ടത് തിരിച്ചറിഞ്ഞാൽ അവ വേണ്ട അളവിലും വേണ്ട സമയത്തും അനുഷ്ഠിക്കുമ്പോഴാണ് മനുഷ്യന് പക്വതയുണ്ടെന്ന് പറയാൻ കഴിയുന്നത്. അങ്ങേയറ്റത്തേക്കും ഇങ്ങേയറ്റത്തേക്കും പോകുന്നത് നമുക്ക് സ്വാഭാവികമാണ്. രണ്ടിനുമിടയ്ക്കുള്ള ഒരു തുലനാവസ്ഥ കൈക്കൊള്ളാനാണ് പ്രയാസം. അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതും. എല്ലാം ആവശ്യത്തിന് മാത്രം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും മിതത്വം പാലിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകും, ജീവിതത്തിൽ ശാന്തിയുണ്ടാകും. അങ്ങനെയുള്ളവർ ആത്മീയ പുരോഗതിയും കൈവരിക്കും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. യത് സൗഖ്യാംബുധിലേശലേശതയിമി ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീർബ്രഹ്മൈവ ന ബ്രഹ്മവിദ് യക്കശ്ചിത് സസുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ യത്സൗഖ്യാംബുധിലേശലേശതയിമി ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീർബ്രഹ്മൈവ ന ബ്രഹ്മവിദ് യക്കശ്ചിത് സസുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. നിർവൃതമാനസനായ യോഗി നിശ്ചയമായും ഗുരു തന്നെ. ആനന്ദസ്വരൂപത്തെ നിരന്തരം ഭാവന ചെയ്യുന്ന യോഗിക്ക് നിർവൃതിയേയുള്ളൂ. സദാ ആത്മാനുസന്ധാനം ചെയ്ത് നിർവൃതനായി കഴിയുന്നവർ ഗുരു തന്നെ എന്നാണ് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ തൻ്റെ മനീഷാ പഞ്ചകത്തിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ശങ്കരകൃതികളിൽ മനീഷാ പഞ്ചകത്തിൽ 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ സകല ജീവജാലങ്ങളാലും ഞാൻ എന്ന് ഉള്ളിൽ യാതൊന്ന് മനസ്സിലാക്കപ്പെടുന്നുവോ, യാതൊന്നിനെ കൊണ്ട് ഹൃദയവും ഇന്ദ്രിയങ്ങളും
ശരീരവും വിഷയങ്ങളുമെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നുവോ, ഉള്ളതാക്കി നിലനിർത്തപ്പെടുന്നുവോ, അതിനെ, ആ ആത്മാവിനെ ഭാവന ചെയ്യുന്നവൻ. അപ്പോൾ ആത്മാവിനെ ഭാവന ചെയ്യുന്നവൻ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചതാണ് ഈ 2 പാദങ്ങളെ കൊണ്ട്. ഒന്ന്, സകല ജീവജാലങ്ങളാലും ഞാൻ എന്ന് ഉള്ളിൽ ഗ്രഹിക്കപ്പെടുന്നതെന്തോ, യാതൊന്നിനെ കൊണ്ടാണോ സകല ഉപാധികളും സ്വതവേ അചേതനങ്ങളാണെങ്കിലും ജഡങ്ങളാണെങ്കിലും പ്രകാശിപ്പിക്കപ്പെടുന്നത്, ആ ആത്മാവിനെ ഭാവന ചെയ്യുന്നവൻ. എങ്ങനെ ഭാവന ചെയ്യുന്നവൻ? മറയ്ക്കപ്പെട്ട സൂര്യബിംബത്തെ ഭാസ്യൈഹി, ആ സൂര്യബിംബത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നവയാൽ ഭാവന ചെയ്യുന്നവൻ. ഒന്നുകൂടി സ്പഷ്ടമാക്കിയാൽ, മേഘമണ്ഡലം സൂര്യനെ മറച്ചു. ഇപ്പോൾ സൂര്യമണ്ഡലം മേഘത്താൽ മറയ്ക്കപ്പെട്ടു, ശരിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ. എന്നാൽ നമുക്ക് ആ മേഘത്തെ കാണാൻ കഴിയുന്നുണ്ട്. ആ മേഘത്തെ നമ്മൾ കാണുന്നതോ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ്. അപ്പോൾ യാതൊന്ന് സൂര്യമണ്ഡലത്തെ നമുക്ക് മറയ്ക്കുന്നുവോ ആ മേഘം സൂര്യനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നു. ഇതുപോലെ ശരീരേന്ദ്രിയ മനോബുദ്ധികളെല്ലാം ആത്മാവിൻ്റെ ഉപാധികൾ മാത്രമാണ്. അവയെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നതോ ആത്മചൈതന്യത്താലാണ്. അപ്പോൾ പ്രകാശിപ്പിക്കപ്പെടുന്ന ഇവയാൽ പ്രകാശ സ്രോതസ്സിനെ നമുക്ക് അനുസന്ധാനം ചെയ്യാം. കണ്ണ് കാണുന്നു എന്നതെടുക്കുക. അപ്പം എന്തിനാലാണ് കണ്ണ് കാഴ്ചയുള്ളതാക്കപ്പെടുന്നത്? ഏന ചക്ഷൂംഷി പശ്യതി എന്ന് ഉപനിഷത്ത്. അല്ലെങ്കിൽ ചെവി കേൾക്കുന്നു. എന്തിനാലാണ് ചെവി കേൾക്കപ്പെട്ടതാവുന്നത്? കേൾക്കാനുള്ള സാമർഥ്യം ചെവിക്കുണ്ടാകുന്നത്. ഏന ശ്രോത്രമിതം ശ്രുതം. ഇങ്ങനെയുള്ള വിചാരത്തിലൂടെ, ഭാസ്യത്തിലൂടെ ഭാസകനെ മനസ്സിലാക്കുക. പ്രകാശിപ്പിക്കപ്പെടുന്നതിലൂടെ പ്രകാശിപ്പിക്കുന്നവനെ മനസ്സിലാക്കുക. അപ്പോൾ കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു തുടങ്ങിയ ലിംഗങ്ങളെ എടുത്തിട്ട് അതിലൂടെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യ സ്രോതസ്സിനെ മനസ്സിലാക്കുക. അങ്ങനെ സദാ ആ ആത്മാവിനെ ആര് ഭാവന ചെയ്ത് കഴിയുന്നുവോ, ജീവിതത്തിൽ മാറി മാറി വരുന്ന ഏത് സാഹചര്യത്തിലും മാറ്റമില്ലാതെ ആത്മാനുസന്ധാനത്തിൽ ആര് കഴിയുന്നുവോ അങ്ങനെയുള്ള യോഗി, മനോനിയന്ത്രണം ചെയ്തവൻ, തന്നോട് ചേർന്നവൻ, യോഗം ആർക്ക് വശമാണോ, ആര് യോഗാനുഷ്ഠാനം ചെയ്യുന്നുവോ, ആർക്ക് യോഗം സിദ്ധമാണോ അവനാണ് യോഗി. പരമമായ തത്വവിജ്ഞാനത്തിലേക്കുള്ള എല്ലാ സാധനാക്രമങ്ങളെയും മാർഗങ്ങളെയും നമുക്ക് യോഗമെന്ന് പറയാം. ഇപ്പോൾ യോഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പരിമിതമായ ഒന്ന് മാത്രമല്ല. പലപ്പോഴും ഇന്ന് ശാസ്ത്രബോധത്തിൻ്റെ അഭാവം കൊണ്ട് യോഗം എന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് തന്നെ എന്തോ ആസനമുറകളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചെന്ന് വരും. തീർച്ചയായിട്ടും അതും യോഗമാണ്. എന്നാൽ അത് മാത്രമല്ല യോഗം. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം തുടങ്ങി നിരവധി യോഗങ്ങളെ നമുക്ക് പറയാം. തത്വവിജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന സാധനാക്രമങ്ങൾ മുഴുവൻ യോഗമാണ്. ആ യോഗം അനുഷ്ഠിക്കുന്നവൻ, യോഗം ആർക്ക് വശകമോ അവൻ യോഗിയാണ്. എങ്ങനെയുള്ള യോഗി? നിർവൃതമാനസഃ. ആനന്ദസ്വരൂപമായ ആത്മാവിനെക്കുറിച്ച് നിരന്തരം ഭാവന ചെയ്യുന്നവൻ നിർവൃതമാനസനാകുന്നു, ആനന്ദമനസ്കനാകുന്നു. അവൻ്റെ മനസ്സിൽ നിർവൃതിയേ ഉള്ളൂ, ആനന്ദമേ ഉള്ളൂ. അയാൾക്ക് മറ്റൊന്നുമില്ല. ആര് സ്വയം പ്രകാശരൂപമായിരിക്കുന്നു അയാൾക്ക് അന്ധകാരമില്ല. സൂര്യമണ്ഡലത്തിൽ അന്ധകാരമില്ല. സദാ ആത്മാനുസന്ധാന പരായണനായിരിക്കുന്ന യോഗി എപ്പോഴും ആനന്ദമത്തനായി കഴിയുന്നു. അതാണ് നിർവൃതമാനസഃ. അങ്ങനെ നിർവൃതമാനസനായ യോഗി ആരാണോ അയാൾ നിശ്ചയമായും ഗുരുഹു, ഗുരുവാണ്, അന്ധകാരത്തെ നീക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ആൾ ചണ്ടാളനാകട്ടെ ദ്വിജനാകട്ടെ, ചണ്ടാളോസ്തു സതു ദ്വിജോസ്തു, അവൻ ചണ്ടാളനാകട്ടെ ദ്വിജനാകട്ടെ, ഗുരുരിത്യേഷാ മനീഷാ മമ. അയാൾ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ നിശ്ചിത ബുദ്ധി അവൻ ഗുരുവാണെന്നാണ്. ലോകദൃഷ്ടി അയാൾ ചിലപ്പോൾ ദ്വിജനായിരിക്കാം, ചിലപ്പോൾ ചണ്ടാളനായിരിക്കാം. പക്ഷേ ഈ ഒരു ആത്മാനുസന്ധാന പരായണനായി കഴിയുന്നവൻ ഗുരുവാണ് എന്നതാണ്
എൻ്റെ നിശ്ചിത പ്രതിപത്തി എന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഈ ശ്ലോകത്തിൽ ചാണ്ടാളോസ്തു സതുദ്വിജോസ്തു എന്നുള്ള പദമില്ലെങ്കിലും അത് 1-2 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് അനുവർത്തിക്കാൻ കഴിയും. കാരണം നിർവൃത മാനസോഹി ഗുരു എന്നാണല്ലോ. നിർവൃത മനസ്കനായവൻ ഗുരുവാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ മുൻ ശ്ലോകത്തിൽ നിന്ന് ആ 2 പദങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ലോകദൃഷ്ടി അയാൾ ചണ്ടാളനാവട്ടെ, ലോകദൃഷ്ടി ആ ബ്രാഹ്മണനാവട്ടെ, അയാൾ ഗുരുവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് 4-ാമത്തെ ശ്ലോകം. തുടർന്ന് നമ്മൾ 5-ാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. യത് സൗഖ്യാംബുധിലേശലേശതൈമേ ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരാം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃത യസ്മിന്നിത്യസുഖം ബുധൗ ഗളിതധീഃ ബ്രഹ്മൈവന ബ്രഹ്മവിദ് യക്കശ്ചിത് സസുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ. ഇവിടെയും മമ മനീഷ എന്നാണ് പറയുന്നത്. ഇതാണ് എൻ്റെ നിശ്ചിതമായ അവബോധം, എൻ്റെ ഉറച്ച അറിവിതാണ്. എന്താണ് ആ വിഷയം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ സനാതനധർമ്മ ചിന്തകൾ കേൾക്കാം. ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഭാരതത്തിൽ ആചാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ ധർമ്മബോധം ഉള്ളിടത്താണ് ആചാരങ്ങളുണ്ടാകുന്നത്. അല്ലെ, ആചാരങ്ങൾ കൊണ്ടാണ് സമൂഹത്തിൽ ധർമ്മത്തെ നിലനിർത്തുവാൻ സഹായിക്കുന്ന ഘടകമാണ് ആചാരങ്ങൾ. അതിനെ നമ്മൾ സദാചാരങ്ങൾ എന്നാണ് വിളിച്ചത്. സത്തിലേക്ക് നയിക്കുന്ന ആചാരങ്ങളാണ് സദാചാരങ്ങൾ. അപ്പോൾ ഈ ആചാരങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, ഈ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലോപം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും തിരക്കാണ്. അമ്മ പറയാറുള്ളത് പോലെ മുല കുടിക്കുന്ന കുഞ്ഞിന് പോലും തിരക്കാണ്. അങ്ങനെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമുക്ക് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ഒന്നും വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്ത് കാണുന്നില്ല ഇന്നത്തെ നമ്മുടെ സമൂഹം. ഈ അടുത്ത സമയത്ത് സുപ്രീം കോടതിയുടെ ഒരു വിധി നമ്മളൊക്കെ പത്രത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് മറ്റൊന്നുമല്ല, വിവാഹത്തെ പറ്റിയുള്ള ഒരു കേസ് സുപ്രീം കോടതിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതി പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം വിവാഹം എന്നത് വെറും പാട്ട്, കൂത്ത്, ഡാൻസ് ഇതൊന്നുമല്ല. അതിനൊരു പ്രത്യേക ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ ചടങ്ങുകളോട് കൂടാതെ അതൊരു വിവാഹമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന ഒരു വിധിയാണ് കോടതി കൊണ്ടുവന്നത്. കാരണം അതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ടത്. അപ്പം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ, കുടുംബസങ്കല്പത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിവാഹ ജീവിതമൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ ജീവിതത്തെ മുഴുവൻ യജ്ഞമായിട്ട് കണ്ടവരാണ് നമ്മൾ ഭാരതീയർ. യജ്ഞസങ്കല്പം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ആരാധനയോടുകൂടി കണ്ടതാണ്. നമ്മുടെ സകല കർമ്മങ്ങളും ഈശ്വര ആരാധനയായി തീരണം എന്നുള്ളതാണ് ഈ ആചാരങ്ങളുടെ എല്ലാ ഉദ്ദേശം. മാത്രമല്ല നമ്മുടെ ജീവിതം മുഴുവൻ ആ സ്മരണ ഓരോ കർമ്മങ്ങളിലും നമുക്ക് നിലനിർത്തുവാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ആചാരങ്ങളിലൂടെ അത് സഹായിക്കുള്ളൂ. ഇപ്പോൾ വിവാഹം തുടങ്ങിയ കർമ്മങ്ങളിൽ നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ വിവാഹിതരാകാൻ പോകുന്ന ദമ്പതികൾ അവർ കുറേ ആചാരങ്ങൾ ചെയ്തിരുന്നു. അവർക്ക് അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു, വ്രതാനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് വിവാഹവേദിയിൽ തന്നെ പോകുന്നത്. എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ അവർ ഏറ്റുവാങ്ങിയിരുന്നു. മുതിർന്നവരുടെ, മാതാപിതാക്കന്മാരുടെ, അതിന് മുതിർന്ന ബന്ധുജനങ്ങളുടെ എല്ലാം അവരുടെ പാദം തൊട്ട് വന്നിച്ച് അവർക്ക് വസ്ത്രം നൽകി അവരെല്ലാം കൈ ഉയർത്തി ഇവരെ അനുഗ്രഹിക്കുന്ന ചടങ്ങുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ ഭാരതത്തിലെ ഏത് ചടങ്ങുകളെടുത്താലും അതിൻ്റെ പിന്നിൽ ഇത്തരം ആചാരങ്ങൾ കാണാം. ഒരാൾ വീട് വെച്ച് കയറുകയാണ്, ഗൃഹപ്രവേശനം എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്.
ആ ചടങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നു, അയൽപക്കക്കാരെയൊക്കെ വിളിക്കുന്നു, ചുറ്റിലുമുള്ളവരെല്ലാം വിളിക്കുന്നു. പിന്നെ അത് ആ കെട്ടിടം ഉണ്ടാക്കിയ മേസ്തിരിമാരെയും മറ്റും ആശാരിമാരെയും എല്ലാം വിളിച്ചിട്ട് അവർക്ക് വസ്ത്രം കൊടുക്കുന്നു, ദക്ഷിണ കൊടുക്കുന്നു, അതുപോലെ വരുന്നവർക്കെല്ലാം അന്നം കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം കൊടുത്തിട്ട് ആ ഗൃഹപ്രവേശനം ചെയ്യുന്ന ചടങ്ങിൽ നമുക്കറിയാം, നിലവിളക്ക് കൊളുത്തി പാലുകാച്ചൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. അതിനകത്ത് വലിയ തത്വമുണ്ട്. ആ പാല് കാച്ചി നമ്മൾ ആ പാല് ഉറയൊക്കെ ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ അതിൽ നിന്ന് നമ്മൾ തൈര്, വെണ്ണ, നെയ്യ് ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് അതിൽ നിന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതം ആ ഗൃഹപ്രവേശന സമയത്ത് നമ്മളെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പിന്നിൽ പോലും വലിയൊരു ലക്ഷ്യമുണ്ട്. ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള വെണ്ണ നുകർന്ന് ആ ആനന്ദം നുകരുവാനുള്ള ആ ഒരു കാര്യത്തെയാണ് ആ ഒരു ചടങ്ങ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അതിലെല്ലാം ഈശ്വര സ്മരണ നിലനിർത്തുവാൻ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വര സ്മരണ കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആചാരങ്ങളിലൂടെ നമുക്ക് കുട്ടികൾ മുതൽ ഈ ആചാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഈശ്വര സ്മരണ ഉദിക്കുമ്പോൾ തന്നെ നമുക്ക് തെറ്റായ കർമ്മങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നു, നല്ല കർമ്മങ്ങളിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നു. ഈശ്വര കോപം ഭയന്നിട്ടാണെങ്കിലും നമ്മൾ നല്ലതിലേക്ക് നയിക്കപ്പെടുന്നു. ആരെയും ഭയമില്ലെങ്കിൽ ആർക്കും എന്തു ആകാം. ഒരാളെ കൊലപാതകം ചെയ്യാം, അല്ലെങ്കിൽ അവൻ്റെ പിടിച്ചു പറിക്കാം, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തും നടത്താം, അഴിമതി നടത്താം, എല്ലാം നടത്താം. കാരണം ആർക്കും ഭയമില്ല. ഇപ്പോൾ കോടതിയൊക്കെ ഭയന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുമായിരിക്കും മനുഷ്യൻ. പക്ഷേ കോടതിയും പോലീസിനെയൊക്കെ കൂടാതെ പണ്ട് കാലത്ത് മനുഷ്യ മനസ്സിന് നന്മയിലേക്ക് നയിച്ചിരുന്നത് ഈ ആചാരങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആചാരങ്ങൾക്ക് എന്നും പ്രസക്തി ഉള്ളത്. അപ്പോൾ ഈ ആചാരങ്ങളെ നമ്മൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ധർമ്മം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ സമൂഹത്തിൽ അമ്മ പറയുന്നത് പോലെ ശാന്തിയും സമാധാനവും ഈ സമൂഹത്തിന് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളെയാണ് നമ്മൾ ധർമ്മമെന്ന് ചുരുക്കി പറഞ്ഞാൽ വിളിക്കുക. വിഷ്ണോത്തര പുരാണത്തിൽ പറയാറുണ്ട് ധർമ്മത്തെപ്പറ്റി അതിന് വലിയ വ്യാഖ്യാനമാണ്. ധർമ്മത്തിന് വലിയ വ്യാഖ്യാനങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഒരു ചെറിയ രീതിയിൽ ധർമ്മത്തെപ്പറ്റി വിഷ്ണോത്തര പുരാണം പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് ഹിതമായ ഒരു കാര്യം ഞാൻ മറ്റൊരാൾക്ക് ചെയ്യാവുള്ളൂ, എനിക്ക് ഹിതമായിരിക്കണം അത്. എനിക്ക് അഹിതമായൊരു കാര്യം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഇത് ധാർമ്മികമായൊരു വശമാണ്. പാപായ പരോപകാരായ പുണ്യായ പാപായ പരപീഠനം എന്ന് വ്യാസമഹർഷി പറഞ്ഞിട്ടുണ്ട് ധർമ്മശാസ്ത്രത്തെപ്പറ്റി. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണ്, അന്യനെ ദ്രോഹിക്കുന്നതല്ല ധർമ്മം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഹിതകരമായത് വേണം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. നമുക്ക് അഹിതമായിട്ടുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ധർമ്മത്തിൻ്റെ ചെറിയൊരു പാഠമാണ്. എന്നാൽ എനിക്കിഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് ചെയ്യണമെന്നല്ല അത് പറഞ്ഞത്, എനിക്ക് ഹിതമായതെന്നാണ്. കാരണം എൻ്റെ ഭാവിക്ക് നല്ലത് ഏതാണോ, എൻ്റെ ജീവിതത്തിൽ അഭ്യുന്നതിയും ശ്രേയസ്സും നന്മയും ഐശ്വര്യവും എല്ലാം ഉണ്ടാക്കുന്നത് ഏതാണോ അതാണ് ഹിതം എന്ന് പറഞ്ഞത്. അവിടെ ഹിതം എന്നുള്ള വാക്കുപയോഗിച്ചതാണ്. എൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാണത്. എൻ്റെ നന്മയ്ക്ക് ഏതെല്ലാം കാര്യങ്ങൾ ഉതകുന്നുവോ അതെല്ലാമാണ് ഹിതമായിട്ടുള്ളത്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പലതും ഇഷ്ടമാകാം. കള്ളുകുടിക്കുന്ന ഇഷ്ടമാകുന്ന ചില ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചീത്ത കർമ്മങ്ങളിലേക്ക് പോകുന്ന അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ആ ഇഷ്ടം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതല്ല. നമുക്ക് അതാണ് അവിടെ പ്രത്യേകം പറഞ്ഞത്, ഹിതകരമായ കാര്യങ്ങൾ മാത്രമേ, നമുക്ക് ഹിതകരമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജീവിതത്തിലെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ സകല കർമ്മങ്ങളെയും ഈശ്വര ആരാധനയാക്കി യജ്ഞമാക്കി തീർക്കാൻ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത്. ആ യജ്ഞസങ്കല്പത്തിൽ ത്യാഗമുണ്ട്. ഈ ത്യാഗം ഇന്ന് നഷ്ടപ്പെട്ട് തുടങ്ങിയതുകൊണ്ടാണ് മൂല്യശോഷണങ്ങളുണ്ടായത്, ഭോഗവാസനകൾ കൂടി. ഈ ഭോഗവാസന മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ അവന് ആ ത്യാഗ സംസ്കാരം അവനിൽ നഷ്ടപ്പെട്ടു പോകും. സേവന സംസ്കാരം നഷ്ടപ്പെട്ടു പോകും. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളത് മറന്നുപോകും. പിന്നെ സ്വാർത്ഥകർമ്മങ്ങൾ കൂടിക്കൂടി പെരുകി വരും. ഈ സ്വാർത്ഥകർമ്മങ്ങൾ പെരുകി വരുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലെ നന്മകളെല്ലാം വറ്റിപ്പോകും. അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ നിസ്വാർത്ഥതയെ ഉളവാക്കുന്നതാണ് ഈ യജ്ഞകർമ്മങ്ങൾ, അതുപോലെ ആചാരങ്ങൾ. ഇതെല്ലാം പഠിപ്പിക്കുക. മറ്റുള്ളവർക്ക് ദാനം, ഏത് കർമ്മങ്ങളെടുത്താലും ഭാരതീയ സംസ്കാരത്തിൽ ഏത് കർമ്മങ്ങളെടുത്താലും ആചാരങ്ങൾക്ക് പ്രസക്തി വന്നത് അങ്ങനെയാണ്. അതിലെല്ലാം ദാനധർമ്മങ്ങളുണ്ട്, ഈശ്വര ആരാധനയുണ്ട്, മറ്റുള്ളവരെ സേവിക്കലുണ്ട്, ഭൂതഗണങ്ങളെ പോലും സേവിക്കുവാൻ പഠിപ്പിച്ച ഒരു സംസ്കാരം. നമ്മുടെ ജന്മം മുതൽ മരണം വരെ യാഗവും യജ്ഞവുമായിട്ട് കണ്ടവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ.
അപ്പോൾ മരിച്ചു കിടന്നാൽ പോലും ഒരു വിളക്ക് തലയ്ക്ക് കത്തിച്ച് വെക്കുന്നു. അതുപോലും അന്ത്യേഷ്ടിയാണ്, അവസാനത്തെ യജ്ഞമാണ്. ആ മരിച്ചു വീഴുന്ന സമയം പോലും ആ അവസാനത്തെ യജ്ഞം ചെയ്തുകൊണ്ട് ജീവിതത്തെ സ്വാർത്ഥകമാക്കിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു മനുഷ്യൻ്റെ ചാരിതാർത്ഥ്യത്തെ കാണിക്കുന്നതാണത്. അതാണ് അത് ഇഷ്ടിയായിട്ട് മാറി. ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗം. അപ്പോൾ അങ്ങനെയുള്ള സംസ്കാരമാണ് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ നമ്മുടെ ലോകത്തിന് ഏകിയത്. അപ്പോൾ ഇത്തരം ആചാരങ്ങൾക്ക് സത്യത്തിൽ എന്നും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് ഫീൽഡിൽ, ഇന്ന് നമുക്കറിയാം പല കാര്യങ്ങളും ഇന്ന് നന്മകൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ആചാരങ്ങൾ എവിടെ ഉണ്ടോ അവിടെയെല്ലാം ഈ ധർമ്മം നിലനിൽക്കും. ആചാരങ്ങൾ എവിടെ അസ്തമിച്ചുവോ അവിടെ ഈ ധർമ്മവും നഷ്ടപ്പെട്ടു പോകും. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആചാരങ്ങൾക്ക് എല്ലാ കാലവും പ്രസക്തി കൽപ്പിക്കണം. അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ പറയാറുണ്ട്, നമ്മുടെ ഉത്സവങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ ആചാരങ്ങളുണ്ട്. അപ്പോൾ ആചാരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ആചാര്യന്മാർ സൃഷ്ടിക്കുന്നതാണ് ആചാരങ്ങൾ. അതുപോലെ ഈ സ്മൃതി ഭാഗമാണത്. സ്മൃതി ഭാഗം എന്ന് പറഞ്ഞാൽ കാലദേശങ്ങൾക്കനുസരിച്ചിട്ട് മഹാത്മാക്കൾ ലോകത്തിന്, അവർ മഹാത്മാക്കൾ ചെയ്യാൻ നിസ്വാർത്ഥന്മാരാണ്, സ്വാർത്ഥതയില്ലാത്തവരാണ്, തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണവർ. അവർ ചെയ്യുന്നതെല്ലാം ലോകത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള മഹാത്മാക്കൾ എന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ് ശരിയായിട്ടുള്ള ആചാരങ്ങൾ. അതാത് കാലഘട്ടത്തിലെ മഹാത്മാക്കൾ നമുക്ക് എന്ത് പറഞ്ഞു തരുന്നോ ആ ആചാരങ്ങളെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ശാന്തിയും സമാധാനവും ഈ രാഷ്ട്രത്തിലും ലോകത്തിനും ഉണ്ടാകും. മഹാത്മാക്കൾ വരുന്ന ഈ ലോകത്തിന് മുഴുവനായിട്ടാണ്. അപ്പോൾ അത്തരം കർമ്മങ്ങളിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഈ ആചാരങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. रामचन्द्रं भजे अच्युतं केशवं रामनारायणं अच्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं हरिं कृष्णदामोदरं वासुदेवं हरिं अच्युतं